അരിയണ്ണൻ എന്ന നമ്മുടെ സീക്രട്ട് ഏജന്റിനെ എന്താണെങ്കിലും ഒരു കാര്യത്തിൽ നമിച്ചേ പറ്റുള്ളൂ. അദ്ദേഹം ചെറിയതും വലുതുമായ വിവാദങ്ങളൊക്കെ പോയി പെടാറുണ്ട്. നമുക്കറിയാം, ഉണ്ണിമുഖത്തിനെ ഫോണിൽ വിളിക്കുകയും തെറി കേൾക്കുകയും അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ മാർക്കയുടെ റിവ്യൂ ഏറ്റവും അടുത്ത് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ എന്ത് സംഭവിച്ചാലും അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ഇതെല്ലാം അരി വാങ്ങിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന്. അദ്ദേഹം അത് ഓപ്പണായി തുറന്നു പറയാനുള്ള ഗട്സ് അദ്ദേഹം കാട്ടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നമ്മളെ ആളുകളൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടലുകൾ ഈ സോഷ്യൽ മീഡിയാസിൽ കാട്ടുന്നതും അങ്ങനെ എന്ത് പ്രവർത്തികൾ ചെയ്യുന്നതും ഈ അരി മേടിക്കാൻ തന്നെയല്ലേ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹം ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ആ ഒരു കേസിൽ സായി കൃഷ്ണയ്ക്ക് ഞാൻ സീക്രട്ട് ഏജന്റിന് പക്ക സപ്പോർട്ടാണ്. അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഓപ്പൺ ആയിട്ട് അദ്ദേഹം പറയാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അല്ലാതെ നമ്മളെ നന്നാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾക്കോ അങ്ങനെയൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു തമിഴ് ഇന്റർവ്യൂവില്, യൂട്യൂബ് ചാനലിലെ ഇന്റർവ്യൂവില് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം ഈ സീക്രട്ട് ഏജന്റിനെ പേരെടുത്ത് പറയാതെ തന്നെ അദ്ദേഹത്തെ ഒന്ന് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അതില് അദ്ദേഹം പറയുന്ന ഒരു താഴത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഈ മലയാള സിനിമയിലെ ഈ റിവ്യൂ സിസ്റ്റത്തെ ഒട്ടും ശരിയല്ലാത്ത രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സീക്രട്ട് ഏജന്റ് അതിനെപ്പറ്റി ഇപ്പൊ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ചിദംബരത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും സീക്രട്ട് ഏജന്റിനെ പറ്റിയാണ് സംഭവം പറയണെന്ന് ഉള്ള കാര്യമൊക്കെ. ചിദംബരം പറഞ്ഞത് ഈ റിവ്യൂ ചെയ്യുന്ന ആളെ താഴത്തെ വിളിക്കുക, അപ്പൊ തെറി കേട്ടത് അതുപോലും അരിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നാണൊക്കെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു യൂട്യൂബ് ചാനലിൽ. പേരെടുത്ത് പറയാതെയാണ് പറഞ്ഞത്. പക്ഷെ എന്താ പറയാ, അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പറ്റിയും ഉണ്ണിമൂന്തനെ പറ്റിയാ പറഞ്ഞിട്ടുള്ളതെന്ന്. എന്താണെങ്കിലും അതിനെപ്പറ്റി സീക്രട്ട് ഏജന്റ് പറയണത് ശരിയാണ്, ഞാൻ അരി മേടിക്കാൻ തന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അരിയണ്ണൻ എന്ന് വിളിക്കുന്നതിൽ എനിക്കൊരു വിഷവുമില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് പറയണത്. അതുപോലെ തന്നെ അദ്ദേഹം സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്, ഈ ചിദംബരം ഈ സിനിമയൊക്കെ നടത്തിയിട്ട് എണ്ണി വാങ്ങുന്നത് പുളിങ്കുരു വന്നല്ലോ, അതും അരി തന്നെയല്ലേ? അങ്ങനെയാണ് നമ്മൾ സീക്രട്ട് ഏജന്റ് ചോദിക്കുന്നത്. എന്താണെങ്കിലും ആരെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ പ്രവർത്തികൾ അരി മേടിക്കാൻ തന്നെയാണെന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. അപ്പൊ തന്റെ ഈ പ്രവർത്തികളും തന്റെ വീഡിയോസുമായിട്ട് മുമ്പോട്ട് പോകും. ആരോടും തന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും പറയാനില്ല. അദ്ദേഹം ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു, അതിന്റെ ഒരു ഫെയിമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നു. ഈ സോഷ്യൽ മീഡിയാസിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണെങ്കിലും സീക്രട്ട് ഏജന്റിന്റെ ഈ ഒരു നിലപാടുകളോട് ഞാൻ പക്ക സപ്പോർട്ടാണ്. ഒരാൾക്ക് അയാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം ആരുടെ അടുത്തും എന്താ കെഞ്ചാനോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പക്ക സപ്പോർട്ട് സീക്രട്ട് ഏജന്റിനെ ചെയ്യുകയാണ്. സീക്രട്ട് ഏജന്റ് ഈ നിലപാടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയുക. എല്ലാവരും എല്ലാ പ്രവൃത്തികളും ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ അരി മേടിക്കാൻ തന്നെയല്ലേ എന്നാണ് അരിയണ്ണൻ ചോദിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.